മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും പറമ്പിൽ തിരിക ചന്തയിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് പോത്തുകളും അതുപോലെ തന്നെ കാളകളും പിന്നെ എരുമകളും മൂരികളും അടങ്ങിയ ഒരു വിപുലമായ ചന്ത. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ നമ്മൾ കുറച്ച് പോത്തുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതുപോലെ തന്നെ ഒരു വേറൊരു കാളക്കുട്ടി, 2-3 കുട്ടികളൊരു കാളക്കുട്ടികൾ പോത്ത് അവിടെ ഉള്ളത്. ഇച്ചിരി കന്നുകളുണ്ട്. ഇത് അവിടെ കുറച്ച് പോത്തുകുട്ടികളുണ്ട്. ഏകദേശം ഒരു 30-35 കഴിക്കുന്ന പോത്തുകുട്ടികളുണ്ട്. വളർത്താൻ പറ്റിയ പോത്തുകുട്ടികളാണ്. അതുപോലെ തന്നെ ചെറിയൊരു മുരുകുട്ടി, ഒറ്റ ചെറുത്. പിന്നെ ഒരു 2 പോത്തുകുട്ടികൾ, നാടൻ പോത്തുകുട്ടികൾ ഇവിടെ ഉണ്ട്. 2 നാടൻ പോത്തുകുട്ടികൾ ഏകദേശം ഒരു 100-120 കിലോ മീറ്റ് കിട്ടുന്ന. പിന്നെ കുറച്ച് വലിയ പോത്തുകൾ ഏകദേശം ഒരു 150 ആ തൂക്കം കിട്ടുന്ന കുറച്ച് മുരുകുട്ടികളുണ്ട്. ഒരുപാട് പോത്തുകൾ, കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരുപാട് പോത്തുകൾ ഇവിടെ ഉണ്ട്. നല്ല വളർത്താൻ അതുപോലെ മീറ്റ് ആവശ്യത്തിനൊക്കെ പറ്റിയ പോത്തുകുട്ടികളാണ്. നല്ല ചൊറുക്കിൽ നിർത്തിയിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പശുക്കുട്ടികളും മൂന്നുകുട്ടികളായിട്ട് വിടാം. പിന്നെ ഒരു ഏകദേശം ഒരു 10-11 പോത്തുകുട്ടികൾ, ചെറിയ പോത്തുകുട്ടികൾ 13, 14, 15, 20, 22 ആ തോതിൽ വരുന്ന വില ചോദിക്കുന്ന പോത്തുകുട്ടികളാണ് ഈ പോത്തുകുട്ടികൾ. ഏകദേശം ഒരു 10-20 പോത്തുകുട്ടികൾ ഇവിടെ ഉണ്ട്. എല്ലാം ഒരേ ഒരു റേഞ്ചിൽ വരുന്ന പോത്തുകുട്ടികളാണ്. ആവശ്യക്കാരുണ്ട്. ഇപ്പോൾ ഈ വളർത്തു കുട്ടികൾക്ക് ആവശ്യക്കാർ കൂടുതലാണ്. അതായിരിക്കും ഇഷ്ടത്തോടെ പോത്തുകുട്ടികൾ. ഇവിടെയുണ്ട് കുറച്ച് ആൾക്കാർ. അത് 4-5 മുതൽ വാറുണ്ട്. ഇവിടെ കുറച്ചുകൂടി 22 നമുക്ക് മെച്ചപ്പെട്ട പോത്തുകുട്ടികൾ. പിന്നെ ഒരു കാളക്കുട്ടി, ഒരു പാണ്ടൻ, അതുപോലെ തന്നെ കുറച്ച് പോത്തുകുട്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ കൂടുതൽ പോത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റ് കന്നുകളെക്കാട്ടിൽ കൂടുതലുള്ളത് പോത്തുകളാണ്. പോത്തുകുട്ടികളായിട്ടും അതിനെ മറ്റും ഇവിടെ കുറച്ച് കാളകളായിട്ടും നല്ലൊരു കാളകളുണ്ട്. ഒരു പശുവും അതിൻ്റെ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പോത്തുമുട്ടി, നല്ല കൊച്ചു പോത്തുമുട്ടിയാണ്. ആ റേഞ്ചിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പോത്തുമുട്ടികളുണ്ട്. ഒരു 30-35. ഇതാണ് വേറൊരു വലിയ പോത്ത്. ഏകദേശം ഒരു 200 മീറ്റ് കിട്ടുന്നൊരു പോത്ത്. അതുപോലെ തന്നെ ഒരു എരുമകൾ, ഇവിടെ 2 എരുമകളുണ്ട്. ഒരു എരുമയാണ്, പോത്തല്ല. പിന്നെ ഇവിടെ 2 വലിയ പോത്തുകളുണ്ട്. ഏകദേശം ഒരു 250-300 മീറ്റ് കിട്ടുന്ന വലിയ 2 പോത്തുകളുണ്ട്. നല്ല ചൊറുക്കാക്കിയിട്ട് നല്ല രീതിയിലൂടെ കൊടുന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം 2 ഒരേ മാതിരിയാണ് മീറ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ ചൊറുക്കുണ്ട്. പിന്നെ ഇവിടെ വേറെ ചെറിയ പോത്തുമുട്ടിയുണ്ട്. ഏകദേശം ഒരു 120-150 മീറ്റ് കിട്ടുന്നൊരു പോത്ത്. പിന്നെ കുറച്ച് എരുമകൾ, ഒരു 3 എരുമകൾ, നല്ല ഈ മീറ്റ് കിട്ടുന്ന എരുമകളാണ്. അത്യാവശ്യം നല്ല മുടുക്കുള്ള എരുമകളാണ്. നല്ല ഇറച്ചി ഉള്ള എരുമകളാണ്. 3 എരുമകൾ. പിന്നെ അവിടെ ഒരു കാള, ഏകദേശം 250 മീറ്റ് കിട്ടുന്ന ഒരു കാള. പിന്നെ ഇവിടെ 2 കാളകളുണ്ട്. ഏകദേശം ഒരു 200-250 മീറ്റ് കിട്ടുന്ന 2 കാളകളുണ്ട്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ 2 കാളകൾ. ഏകദേശം അത്യാവശ്യം നല്ല ചൊറുക്കുള്ള കാളകളാണ് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 5-6 ഇങ്ങനെ നിരത്തി കെട്ടിയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് കാളകളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കാളകളുടെ ഒരു ഏരിയയാണ് നമുക്ക് കാണുന്നത്.
അപ്പോൾ കാളകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ കുറച്ച് പോത്തുകൾ ഏകദേശം ഒരു 150-160 മീറ്റ് കിട്ടുന്ന പോത്തുകളാണ്. നല്ലൊരു പോത്ത്, ഏകദേശം ഒരു 250 മീറ്റ് കിട്ടുന്നൊരു പോത്ത്. അതുപോലെ തന്നെ കാണാം. അതിൻ്റെ തന്നെ ഒരു പോത്തിന് കെട്ടിയിട്ടുണ്ട്. 1-2 പോത്തുകൾ നെറ്റി കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കച്ചവടം പറയാണ്. ഇവിടെ കുറച്ച് പോത്തുകുട്ടികളുണ്ട്. ഏകദേശം വളർത്താൻ പറ്റിയ പോത്തുകുട്ടികൾ തന്നെയാണ്, ഒരേപോലെയുള്ള പോത്തുകുട്ടികൾ. ഇവിടെ 2 വലിയ പോത്തുകളുണ്ട്. ഏകദേശം ഒരു 300 മീറ്റ് കിട്ടുന്ന വലിയ പോത്തുകൾ. ഏകദേശം നല്ല കൗത്തമണ്ണൊക്കെ ഉള്ള പോത്താണ്. നമ്മൾ സക്കരിയാക്കാനും പോത്തളാണ്. അങ്ങനെ മൊത്തമായിട്ട് ചന്തയിലുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടു. വിലയൊക്കെ കുഴപ്പമില്ലാത്തൊരു റേറ്റാണെന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കുമായിട്ട് നമ്മൾ ഇനിയും കാണാം. അപ്പോൾ നമ്മൾ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വലിയ സപ്പോർട്ടുകൾക്കും നൽകി